വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ദ ബിഗ്ഗസ്റ്റ് പൾസർ എവർ, അതായത് നമ്മുടെ പൾസർ NS400Z എന്ന് പറയുന്ന ഒരു വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും എന്തുവാടേ ഇത് ഒരു എപ്രിലിയൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ടാണോ പൾസറിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ വണ്ടിയുടെ അടുത്ത് നിന്നിട്ടില്ലേ എന്ന്. അതിന് രണ്ട് കാരണങ്ങളാണ്. പെട്ടെന്ന് ആ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ട് അതിനെക്കുറിച്ച്, എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അത് പ്രീ ബുക്ക് ചെയ്യണം. അതിന് വളരെ നല്ലൊരു പ്രൈസിംഗ് ആണ്, 1.85 lakh. അതൊരു ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ആണ്. അപ്പോൾ ആ ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ക്യാച്ച് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് കാരണം. സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ആ വണ്ടിയുടെ ലോഞ്ചിന് പോയിട്ടില്ല. അതിനും വേറെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്തും പുകയത്തൊക്കെ നമ്മളവിടെ പോയിട്ട് നമ്മൾ കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബൈക്കിൻ്റെ കൂടെയല്ല, ഫ്ലൈറ്റിലൊക്കെയാണ് അല്ലെങ്കിൽ ക്യാബിലാണ്. അപ്പം വണ്ടിയുടെ കൂടെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ഞാൻ ഇത്തവണ ഫസ്റ്റ് റൈഡിന് വേണ്ടി പോകുന്നില്ല. കാരണം പല വണ്ടികളും ഫസ്റ്റ് റൈഡിന് പോയി തിരിച്ച് വന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള ഒപ്പീനിയനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു ആ വണ്ടി ഞാൻ ബാംഗ്ലൂർ എടുത്തിട്ട് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ലോഞ്ചൊക്കെ കഴിഞ്ഞാൽ വണ്ടി ഒരെണ്ണം ബാംഗ്ലൂർ കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ആ പൾസർ എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞാൽ മെയിൻലി സ്പെക് ഷീറ്റ് വെച്ചിട്ടാണ്. പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളൊരു ഡോമിനാറിനെ ഒരു ഹോമകുണ്ടത്തിലിരുത്തി ആവാഹിച്ച് ഒരു മോഹനനെ മോഹിനിയാക്കിയ പോലെ ഡോമിനാറിനെ പിടിച്ച് NS ആക്കുകയാണ് ചെയ്തത്. അതായത് അതേ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, 373cc. എനിക്ക് ആ എഞ്ചിൻ ആക്ച്വലി ഇഷ്ടമാണ്. 399 എനിക്കിഷ്ടം 373 ബിക്കോസ് ഓഫ് മെനി അതർ റീസൺസ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ റിലയബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 399 എഞ്ചിൻ ഓയിൽ ലീക്കേജ് ഇഷ്യൂ, പിന്നെ കൂളൻ ലീക്കേജ് ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കണ്ടിട്ടുണ്ട് സ്പീഡ് 400-ലും സ്ക്രാംബ്ലർ 400-ലൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 373 വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ടാണ് ആ ഒരു തീരുമാനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ 154 km/h ആണ് ടോപ്പ് സ്പീഡ് വെച്ചിരിക്കുന്നത്. അത് എനിക്ക് കണ്ടിട്ട് വളരെ ചെറിയ രീതിയിൽ ട്യൂണിങ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഡോമിനാർ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഡോമിനാർ കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് NS എന്ന് പറയുന്നത് വളരെ ലൈറ്റർ ആയിരിക്കും. ഓഫ് കോഴ്സ് NSൻ്റെ ഡിസൈൻ എയിം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ബൈക്ക് ഇറക്കുകയാണെന്നുള്ളതാണ്. പിന്നെ പവർ ആൻഡ് ടോർക്ക് നോക്കിയാൽ എക്സാക്ട്ലി ഡോമിനാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അതും പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് അതേ എഞ്ചിൻ ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ സ്പ്രോക്കറ്റിങ്ങിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഒരു വലിയ സ്പ്രോക്കറ്റാണ് വെച്ചത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടി ഒരു വീലി മെഷീനായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഡിസ് സൈസൊക്കെ ഡോമിനാറിന് അത് തന്നെയാണ് വന്നത്. പക്ഷേ ബ്രേക്കിംഗ് കുറച്ച് നന്നാവാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനാറിന് അത്ര വെയിറ്റ് ഈ വണ്ടിക്കില്ല. പിന്നെ സസ്പെൻഷൻ ഫ്രണ്ടിൽ USD ആണ് വന്നിട്ടുള്ളത്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷനുള്ള. ബട്ട് സ്റ്റിൽ ആൻഡ് ഗുഡ്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ആ 1.85 lakh ആണ്. വളരെ നല്ല പ്രൈസിംഗ് ആണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യം നമ്മൾ ഇങ്ങനെയാണ് ഒരു ഡിസൈൻ കാണാൻ, അത് ഇഷ്ടപ്പെടില്ല. പിന്നെ ആ ഡിസൈൻ ഇങ്ങനെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെടും. ഇപ്പം നമ്മുടെ യമഹയുടെ MT-15 ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ആദ്യം വന്ന സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ പൾസറിന് തന്നെ N സീരീസ്, P സീരീസ്, അങ്ങനെ എന്തൊക്കെയോ സീരീസുകളുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ആക്ച്വലി വളരെ മസ്കുലർ ആയിട്ട് എനിക്ക് തോന്നി. പൾസറിൻ്റെതായിട്ടുള്ള സിഗ്നേച്ചർ ഉണ്ട്. ആ സിഗ്നേച്ചർ വെച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ വണ്ടിക്ക് 4 റൈഡിംഗ് മോഡ്സ് വന്നിട്ടുണ്ട്. അതായത് റെയിന്, റോഡ്, ഓഫ് റോഡ്, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് പവർ ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ആ ഒരു റൈഡിംഗ് മോഡ് മാറ്റുന്നതിനനുസരിച്ച് പവറിലൊരു ചെറിയ വ്യത്യാസം വരും. പിന്നെ ഒബ്വിയസ്ലി ABSൻ്റെ ഇൻട്രാക്ഷനിലും വ്യത്യാസം വരും. പിന്നെ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ അതിൻ്റെ റൈഡ് ബൈ വൈ ത്രോട്ടിലാണ് വരുന്നത്. ഇത്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ആ 1.85 lakh എന്ന് പറയുന്നത് വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു മേജർ അപ്ഡേറ്റ്, ഡോമിനാറിന് പോലും കിട്ടാത്ത ഒരു മേജർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വരുന്ന ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. അതാണെങ്കിൽ ഒരു കളർ TFT ഡിസ്പ്ലേയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് കൺജസ്റ്റഡ് ആണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റിയത്. പിന്നെ അത് മാത്രമല്ല അതിലേക്കുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ സകലமான കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഇപ്പം ബൈക്കുകളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നേരത്തെ പറഞ്ഞ ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ നമ്മുടെ ദ ന്യൂ പൾസർ NS400Z എന്ന് പറയുന്നത് ഒരു വളരെ നല്ല ഒരു പ്രൈസ് പോയിന്റിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലേക്ക് ഒരു 2.5 അണ്ടറിലൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഓൺ റോഡ് ഇറങ്ങും. പിന്നെ ഇതൊരു ഇൻട്രൊഡക്ടറി ഓഫർ മാത്രമായിരിക്കും. അതായത് ആദ്യത്തെ ഒരു 10,000 വണ്ടികളൊക്കെ വിറ്റിട്ട് അത്യാവശ്യം റോഡിൽ വണ്ടികൾ കാണുന്നുണ്ടെന്ന് ബജാജിന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ എടുത്ത് കളയും. അപ്പോൾ ഞാനിത് ബജാജിൻ്റെ പ്രൊമോഷനായിട്ടൊന്നും പറയില്ല. പക്ഷേ നിങ്ങളൊരു പൾസർ വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ബൈ എന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ ആ ഒരു ലോഞ്ച് ഇവൻറ്റിനകത്ത് നമ്മൾ ആപ്പിൾ ഇവൻറ്റുമായിട്ട് അതിന് കുറേ സാദൃശ്യങ്ങൾ തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ ദ ഫാസ്റ്റസ്റ്റ് പൾസർ എവർ, ദ ഫസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ എവർ, ദ ABS എവർ, ദ വീൽസ് എവർ, ദ മിറർ എവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തവണ എവർ എന്ന് വെച്ച് കാച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്പെക് ഷീറ്റ് കണ്ടിട്ടും അത് കണ്ട ആൾക്കാരുടെ അഭിപ്രായത്തിലൊക്കെ വണ്ടി നല്ലതാണ്. ബജാജുകാരൻ ആ സാധനം തള്ളി മറിച്ചിടാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ കിട്ടും. ഡീറ്റെയിൽഡ് ആയിട്ട് ഓടിച്ചിട്ട് മാത്രമേ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ നമ്മൾ ഈ ചാനൽ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണാം. അതുവരെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബൈക്കുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മാർക്കറ്റിംഗ് ടീമുകളൊക്കെ പറഞ്ഞ്
ദ ഫാസ്റ്റസ്റ്റ് 400cc എവർ എന്നൊക്കെ പറയുന്നൊരു വണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റിംഗ് ഫേസിലാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.